രവീന്ദ്രൻ വിളിക്കുന്നത് ആലത്തൂരിലാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്തു തോന്നുന്നു? ഇത് സാധാരണ ഒരു കമ്പനി നടത്തുന്ന സാധാരണ കേസ് മാത്രമാണോ? അതിനപ്പുറത്തേക്കുള്ള മാനങ്ങൾ ഈ കേസിനുണ്ടോ? സാറേ, ഒരു കാര്യം പറഞ്ഞിട്ട് പറയാവേ. നമ്മുടെ മഞ്ജുഷ് ഗോപാൽ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ കട്ടിയുള്ള മീശങ്ങ് മാറ്റിയാൽ ഒരു കൊച്ചുകുട്ടിയുടെ മുഖമാണ്. പുള്ളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചർച്ചകളുടെ പുള്ളിയാണല്ലോ വരുന്നത് വൈകുന്നേരം. അദ്ദേഹം എന്നേക്കാൾ പ്രായമുള്ള ആളാണ്. എന്റെ അത്ര തന്നെ പ്രായമുള്ള ഒരാളാണ്. ആയിക്കോട്ടെ, എന്നാലും പുള്ളിയുടെ ആ മുഖം എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ പുള്ളിനെ ആ അനിൽകുമാറിന് മുമ്പിൽ ദയവ് ചെയ്ത് ഇട്ടെടുക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം അവർ 3-4 ദിവസം മുമ്പത്തെ ചർച്ചയിലേക്ക് കള്ളനാണ് നുണ പറയുന്നു വെക്കുമ്പോ എനിക്ക് എന്തോ വല്ലാത്തൊരു വിഷമം പോലെ. ആ പുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. അല്ല, അനിൽകുമാറിനെയൊക്കെ നേരിടാൻ മഞ്ജുഷ് ഗോപാലിന് കഴിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. എനിക്ക് കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതുപോലെ അങ്ങ് പറയുന്ന വെക്കുമ്പോ എന്തോ പോലെ. കാരണം ഘടക വിരുദ്ധമായിട്ട് മാത്രമേ ഈ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി മാത്രം സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഈ വിഷയം പറയുകയാണെങ്കിലേ, ഇപ്പൊ ഈ ചർച്ചയിൽ വരുന്നവരെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി മറ്റുള്ളവർ സംസാരിക്കുന്നതിനെ, അതായത് ഈ നമ്മൾ ഇതുപോലെ വിളിച്ച് സംസാരിക്കുന്നവരെ അവരെന്തിനാ അങ്ങനെ സംസാരിക്കുന്നതെന്നാ ചോദിക്കുന്നത്. അത് തന്നെയാണ് ഈ CPM-ന്റെ അസ്വസ്ഥത എന്ന് പറയുന്നത്. ഞങ്ങളെ ആരും ഒന്നും പറയരുത്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഒന്നും പറയരുത്. ഇപ്പൊ ദീപു പറഞ്ഞതും നമ്മുടെ ഈ ചാനലിൽ ഇന്ന് ആദ്യം വിളിച്ച വ്യക്തി ജയകുമാർ പറഞ്ഞതും ഒന്നു തന്നെയാണ്. അതായത് എന്തിനാണ് മറ്റുള്ളവർ BJP-കാരല്ലേ സംസാരിക്കുന്നത്? സാറപ്പ പറഞ്ഞു എല്ലാരും അവരുടെ അഭിപ്രായം പറയട്ടെ എന്ന് പറഞ്ഞു, നല്ല കാര്യം. ഇതാണ് ഈ മൊത്തത്തിലുള്ള പ്രശ്നം. ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ വന്നോട്ടെ, ഞങ്ങൾക്കാർക്കും, ഇപ്പൊ ഞാൻ BJP-കാരനാണ് കേട്ടോ, ഞങ്ങൾക്കാർക്കും പ്രശ്നമൊന്നുമില്ല. അന്വേഷണം വന്ന് നല്ല രീതിയിൽ വന്നാൽ കേരളത്തിന് നന്നായിട്ട് ഉപകരിക്കട്ടെ, കട്ട് തിന്നവർ ഒഴിവാകട്ടെ എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് വിളിക്കുന്നവർ പോലും അസ്വസ്ഥരാണെങ്കിൽ പാർട്ടിയിലെ സ്ട്രോങ് പ്രവർത്തകർ എത്രത്തോളം അസ്വസ്ഥരായിരിക്കും എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. താങ്ക് യു സാർ. വെരി ഗുഡ്.